നമസ്കാരം. ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ചോദിച്ച് ഹൈക്കോടതി. വരവ് ചെലവിൽ പൊരുത്തക്കേടെന്ന് വിമർശനം. 10 ദിവസത്തിനകം മറുപടി നൽകണം. കണക്കുകൾ പറയേണ്ടത് ദേവസ്വം ബോർഡെന്ന് VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. കൊടിമരത്തിലെ സ്വർണവും മോഷ്ടിച്ചില്ലേ എന്ന് ചോദ്യം. എസ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരാകണമെന്നും കോടതി. N വാസുവിന് ജാമ്യം. വ്യാപാര കരാറിലൂടെ പ്രധാനമന്ത്രി ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റെന്ന് രാഹുൽ ഗാന്ധി. എപ്സ്റ്റീൻ ഫയലുകൾ ചിലരുടെ കൈകൾ ബന്ധിച്ചതായും പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ. ജെഫ്രി എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്ന് സമ്മതിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിന്ന് സ്പീക്കർ ഓം ബിർല. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേരളം സ്തംഭിക്കുമെന്ന സംയുക്ത ട്രേഡ് യൂണിയൻ. ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കി. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ചേർത്തല കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിൽ തിരിച്ചടി. കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധന പരാജയപ്പെട്ടു. തെളിവ് നശിപ്പിക്കപ്പെട്ടെന്ന് കണ്ടെത്തൽ. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനെതിരെ വീണ്ടും ട്രംപ്. ആണവ പദ്ധതികളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വിഡ്ഢിത്തമാവുമെന്ന് മുന്നറിയിപ്പ്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ നിയമസഭയിൽ നൽകിയത് അവ്യക്തമായ മറുപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തുക അഡ്വാൻസ് ഇനത്തിൽ സംഗമത്തിനായി ചെലവഴിച്ചു. എന്നാൽ എത്ര രൂപ ചെലവഴിച്ചു എന്നത് വ്യക്തമാക്കിയിട്ടില്ല. അയ്യപ്പ സംഗമം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ മുദ്രവെച്ച് കവറിൽ സമർപ്പിച്ചു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വിവാദങ്ങൾക്കിടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭയിൽ ഈ കാര്യം ഈ ചോദ്യത്തിന് മറുപടി തേടിയത്. അതിന് മന്ത്രി VN വാസവൻ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, അഡ്വാൻസ് ഇനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര രൂപ ചെലവഴിച്ചു എന്നതിൽ കൃത്യമായൊരു വിശദീകരണമില്ല. സ്പോൺസർമാരിൽ നിന്ന് തുക ലഭിച്ചപ്പോൾ അത് തിരികെ നിക്ഷേപിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 5 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ ചെലവ് വന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിന് സ്പോൺസർമാർ ആകെ എത്ര തുക നൽകി സംഭാവനയായി, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിന് വ്യക്തമായി ദേവസ്വം മന്ത്രി തന്നെ വൈകാതെ മറുപടി നൽകിയേക്കും. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ സ്പോൺസർമാർ അടക്കം നൽകിയ തുക അത് എത്രയായിരുന്നു, അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ഇനത്തിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്, അതിൽ സ്പോൺസർമാർ നൽകിയ പണത്തിൽ നിന്ന് എത്രയാണ് തിരികെ നിക്ഷേപിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകളിലേക്ക്. അതായത് ഈ അഡ്വാൻസായി നൽകിയ തുകയ്ക്ക് പകരം സ്പോൺസർമാരിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ച് എത്ര പകരം ചെലവഴിച്ചിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. അതേസമയം നിയമസഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ കണക്കുകൾ കൃത്യമായി പരാമർശിക്കുന്നില്ല. അതിന് പകരം അഡ്വാൻസായി തുക സ്വീകരിച്ചിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന്, അത് സംഭാവനയായി ലഭിച്ചപ്പോൾ തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു എന്ന ഒരു മറുപടി മാത്രമാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഇത് തുടർച്ചയായി ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം 23-ാം തീയതി വീണ്ടും സഭ സമ്മേളിക്കുന്ന ഒരു പശ്ചാത്തലം, അവിടെ ഇത് വീണ്ടും ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് മന്ത്രി VN വാസവൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് എത്ര തുക ഇതിൽ നിന്ന് അഡ്വാൻസായി നൽകേണ്ടി വന്നു എന്ന വിഷയത്തിലും അതോടൊപ്പം സംഭാവനയായി ലഭിച്ച തുകയിൽ നിന്ന് എത്രയധികം തുക തിരികെ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യതയായി വരും. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ വിമർശനമായി വീണ്ടും ദേവസ്വം ബോർഡിനെതിരെ പ്രതിപക്ഷമടക്കം ഉന്നയിക്കാനാണ് സാധ്യത. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പറയേണ്ടത് ദേവസ്വം ബോർഡെന്ന മന്ത്രി VN വാസവൻ. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയെന്നറിയാമെന്നും മന്ത്രി പറഞ്ഞു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ 1 നയ പൈസയോ വരവെക്കാൻ ഗവൺമെൻറ്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയതവരാണ്, ഒപ്പം വരവിലെ കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കേണ്ട കൂട്ടർ അത് പരിശോധിച്ച് ഓഡിറ്റ് സഹിതം
കൊടുക്കേണ്ടവർ കോടതി കൊടുക്കണം എന്നാണെന്ന് അവർ തീരുമാനിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി കാര്യം ദേവസ്വം ബോർഡിൻ്റെ അധികൃതരോട് ചോദിച്ചെങ്കിലേ പറയാൻ പറ്റും. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം അഡ്വാൻസ് എടുത്തത് തിരിച്ചവർ സ്പോൺസർഷിപ്പ് കൊടുത്തെന്നാണെന്ന് പരസ്യപ്പെടുത്തി കണ്ടത്. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തിക കാര്യം എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ദേവസ്വം ബോർഡ് തന്നെയാണ്. ശബരിമല കൊടിമരം സ്വർണം പൂശിയതിൽ തന്റെ വിയർപ്പിന്റെ അംശവുമുണ്ടെന്ന് സുരേഷ് ഗോപി. വാജിവാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണ്ണപ്പാളി ഒട്ടിച്ചത്. മോഹൻലാൽ തന്നെ വിളിച്ച് സ്വർണം നൽകണമെന്ന് പറഞ്ഞു. അരപ്പവൻ മുതൽ നൽകിയ ആളുകളുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ആരോപണങ്ങളിൽ ത്വരിത പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടതോടെ കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 1 മാസത്തെ സമയപരിധി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാലയളവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാകുമെന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ മാനം വർദ്ധിപ്പിക്കുന്നത്. കൊടിമരത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് അജയ് തറയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളിലേക്ക് ഇടതുപക്ഷം കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ കൊടിമരത്തിലെ സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി വിജിലൻസ് അന്വേഷണത്തിന് SITയുടെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ DYSP ഹരി CS നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും ദ്രുത പരിശോധനയിലൂടെ 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അതായത് അന്തരിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. നമുക്കറിയാം അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങൾ. ആദ്യഘട്ടത്തിൽ അജയ് തറയിൽ തന്നെ ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് 3.2 കോടി രൂപ കൈപ്പറ്റിയതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ആരുടെയും പക്കൽ നിന്ന് ഈ കൊടിമരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കൈവശം വാങ്ങിയിട്ടില്ലായിരുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ സ്വീകരിച്ചിരിക്കുന്ന സംഭാവനകൾക്ക് പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങൾ അടക്കം ഈ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിന് തിരികെ രസീത് നൽകിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു വീഴ്ച. അതായത് ഇങ്ങനെ സംഭാവനകൾ ആയി നൽകുന്നതിന് രസീത് നൽകുന്ന ഒരു പതിവില്ല എന്നാണ് അന്നത്തെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. 3A പ്രകാരം കൃത്യമായി രസീതുകൾ നൽകണമെന്നൊരു വ്യവസ്ഥ നിലനിൽക്കെ എന്തുകൊണ്ടത് നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയായിരിക്കും വിജിലൻസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക. പക്ഷേ അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ കൂടി വിഷയത്തിൽ പുകമുറയിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഇത് സർക്കാരായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നതെങ്കിൽ അതിനെ കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും സംശയനിലയിൽ നിർത്താനായി രാഷ്ട്രീയമായി വിജിലൻസിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇത് SITയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ SITയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്കെതിരെ പറയുന്നത് പോലെയാകും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അത്തരത്തിൽ നടത്തിയാൽ. പക്ഷേ സുതാര്യമായിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള അഴിമതിയോ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ നടന്നിട്ടില്ല ആ സമയത്തെന്ന് അജയ് തറയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും 1 മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ 1 മാസം എന്ന് പറയുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാകും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെ കൂടി സംശയനിലയിൽ നിർത്തിക്കൊണ്ട് ഈ കൊടിമരത്തിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന വിജിലൻസിൻ്റെ പരിശോധന നടക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. അതായത് നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ ഇതിന് മറുപടി നൽകേണ്ട ഒരു സാഹചര്യം. നേരത്തെ നമുക്കറിയാം അടൂർ പ്രകാശിലും ആന്റോ ആന്റണിയിലും തുടങ്ങിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതിപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബോർഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനേത് തരത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് മറുപടി പറയും എന്നതാണ് ഇനി അറിയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടി. സുപ്രീം കോടതിയുടേതാണ് നടപടി. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജയശ്രീ ഈ മാസം 18-ന് SITക്ക് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ജയശ്രീ കോടതിയെ അറിയിച്ചു. ചികിത്സയ്ക്ക് എയിംസിൽ സജ്ജീകരണം നൽകാമെന്നും കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. മുഴുവൻ സ്വർണവും മോഷ്ടിച്ചുവെന്നാണ് വാർത്ത കണ്ടതെന്നും കൊടിമരത്തിൽ നിന്നടക്കം സ്വർണം പോയില്ലേ എന്നും കോടതി ചോദിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് ജാമ്യം അനുവദിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജിയിന്മേൽ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. കോടതി ഇന്ന് രാവിലെ കേസ് പരിഗണിക്കുകയും എൻ വാസുവിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2 ആൾജാമ്യവുമുണ്ട്. വാസുവിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് കോടതിയിൽ ജാമ്യത്തിനായി ഹാജരാകുകയും ചെയ്തത്. നിരവധി ഉപാധികളാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞു വരവേ 90 ദിവസം പൂർത്തിയായപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് 4 പ്രതികൾ പുറത്തിറങ്ങിയിരുന്നു. ഇവർക്ക് കർശനമായ ഉപാധികളായിരുന്നു കോടതി മുന്നോട്ട് വെച്ചത്. ഈ ഉപാധികൾ തന്നെയാണ് എൻ വാസുവിനും കർശനമായ ഉപാധികളാണ്. സംസ്ഥാനം വിട്ടുപോകരുത്, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, അതുപോലെ തന്നെ ആൾജാമ്യം 2 ലക്ഷം രൂപ വീതമുള്ള ആൾജാമ്യം തുടങ്ങിയാണ്. നിലവിൽ എൻ വാസുവിന് ഒരു കേസ് മാത്രമാണ് ഉള്ളത്, കട്ടളപ്പാളി കേസാണ്. ഈ കട്ടളപ്പാളി കേസിൽ 90 ദിവസം പിന്നിട്ടപ്പോഴാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ എൻ വാസുവിനും സ്വാഭാവിക ജാമ്യം ലഭിക്കണം എന്ന് തന്നെയായിരുന്നു കോടതിയിൽ അഭിഭാഷകൻ വാദിച്ചത്. ഈ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭ്യമായത് എൻ വാസുവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. കാരണം നിരവധി തവണ ജാമ്യത്തിനായി ശ്രമിച്ച സാഹചര്യമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വരെ ജാമ്യം നിഷേധിക്കുകയും രൂക്ഷമായുള്ള വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെയാണ് 90 ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം ഇപ്പോൾ എൻ വാസുവിന് ലഭ്യമായിരിക്കുന്നത്. മറ്റ് പ്രതികളായ ഗോവർദ്ധൻ, ഭണ്ഡാരി, അതുപോലെ തന്നെ KS ബൈജു എന്നിവരെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. KS ബൈജു കട്ടളപ്പാളി കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നാളെ വിധി പറയും. പക്ഷേ എന്നാലും ഒരുപക്ഷേ കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചാലും ദ്വാരപാലക കേസിൽ KS ബൈജു പ്രതിയാണ്. അങ്ങനെയിരിക്കെ ജയിൽ മോചിതനാകാൻ കുറച്ചുനാൾ കൂടി വേണ്ടിവരും എന്നുള്ളതാണ്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയെന്ന് കരുതി കേസ് ഇല്ലാതാകുന്നില്ലെന്ന് മന്ത്രി VN വാസവൻ. SIT അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പോറ്റിയെ കേറ്റി എന്ന് പാടിയവർക്ക് തിരിച്ചു പാടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളത് കൊണ്ട് കേസില്ലാതാവില്ലല്ലോ. കേസ് വിചാരണ സമയത്ത് കോടതിയാണ് കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. അത് കോടതി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം കോടതി വളരെ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അഭിപ്രായം രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പ്രചരണം ഇപ്പോൾ എങ്ങോട്ടാണ് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. 917 കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതല് പിടിച്ചെന്ന് കണ്ടെത്താൻ ആർക്കാണ് കഴിഞ്ഞത്? UDFൻ്റെ ഭരണസമിതിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ, ആ ബോർഡിന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതല്ലേ വിജിലൻസ് കണ്ടെത്തിയത്. അതിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിജിലൻസിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിനെ കൂടെ വെക്കാൻ പറഞ്ഞു. ഇന്നലെ രൂപീകരിച്ചു. എൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പോറ്റിയെ കയറ്റത് പാടിയവർക്കൊക്കെ തിരിച്ച് പാടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വസ്തുത. ആന്റണി MPക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗം S മനോജാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആന്റോ നൽകിയ കണക്കിലും സത്യവാങ്മൂലത്തിലും കളവ് കാട്ടിയെന്നാണ് ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവാഭരണ മുൻ കമ്മീഷണർ ജയശ്രീ, ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായ കൽപേഷ് എന്നിവർക്ക് ED നോട്ടീസ് നൽകി. ഇരുവരോടും തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കേസിൽ ED അന്വേഷണം കടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നടൻ ജയറാമിനോട് ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് അയച്ചത്. ഇതിൽ ED പ്രധാനമായും ചോദിച്ചറിയുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ലാഭം ഇതുമായി ബന്ധപ്പെട്ട് ജയറാമിന് ഉണ്ടായിട്ടുണ്ടോ എന്നായിരിക്കും പ്രധാനമായും ED കണ്ടെത്തുക. അതിനിടയിലാണ് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് S ജയശ്രീക്കും കൽപേഷിനും ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ SITയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട 2 പേരാണ് ജയശ്രീയും കൽപേഷും. ഇതിൽ കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയ ജയശ്രീ മിനിറ്റ്സ് തിരുത്തി എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതായത് പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലാണ് ജയശ്രീ
തിരുത്തുവരുത്തിയത്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നതായിരുന്നു ഈ മിനിറ്റ്സിൽ ജയശ്രീ കൂട്ടിച്ചേർത്തത്. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ സംശയത്തിലും പിന്നീട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. ഇതിലാണ് ഇ ഡി വ്യക്തത തേടുന്നതിന് വേണ്ടി സാമ്പത്തികമായി ഏതെങ്കിലും ലാഭം ജയശ്രീക്ക് ലഭിച്ചിരുന്നോ, ഈ ശബരിമലയിലെ സ്വർണം പിന്നീട് അതിലുണ്ടായിരുന്ന സാമ്പത്തിക ലാഭം അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ജയശ്രീയും ഭാഗമായിരുന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെയായിരിക്കും ഇ ഡി ജയശ്രീയിൽ നിന്നും കണ്ടെത്തുക. മറ്റൊന്ന് കൽപേഷിന് കൂടിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും അപഹരിച്ച സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ബെല്ലാരിയിലെ ജുവലറി ഉടമയായ ഗോവർദ്ധനിലേക്ക് എത്തിക്കുന്നത് ഒരു ഇടനിലക്കാരനായി കൽപേഷ് പ്രവർത്തിച്ചു. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം ഈ ഗോവർദ്ധനിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഇടനിലക്കാരനായി കൽപേഷ് പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൽപേഷിനെയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. കൽപേഷിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെയായിരിക്കും ഇ ഡി ചോദിച്ചറിയുക. എന്തായാലും ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം തന്നെയാണ് ഇ ഡി നടത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലൂടെ പ്രധാനമന്ത്രി ഇന്ത്യയെ വിറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ. എപ്സ്റ്റീൻ ഫയലുകളിലൂടെ അമേരിക്ക ചിലരുടെ കൈകൾ ബന്ധിച്ചു. അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന തിട്ടൂരം അംഗീകരിച്ചത് അടിയറ പറയുന്നതിന് തുല്യമാണെന്നും ബജറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. Let's talk about energy. What we need for the data, what we need for our food, what we have fought for. Energy security, gone. Now the United States will decide who we buy oil from. Yes. The United States will come to us and say, you cannot buy oil from so and so and so and so and so and so. Russia, Iran, whoever they want. They will decide. Our Prime Minister will not decide. I am saying that you have sold India. Are you not ashamed of selling India? Yes. Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? But sir, the interesting thing is, The interesting thing is that I know that the Prime Minister would not sell India under normal circumstances. He will not do it. You know why he sold India? Because they are choking him. Mr. Rahul, address to the chair, please. He has sold India because they are choking him. They've got a grip on his neck. രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തെറ്റായ ആരോപണങ്ങൾ കൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. ഒരു സഭാംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് കൃത്യമായ നോട്ടീസ് സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയായിരുന്നു രാഹുലിന്റെ സഭയിലെ പ്രസംഗമെന്നും കിരൺ റിജിജു പറഞ്ഞു. Sri Rahul Gandhi has made useless and false allegation against the government, against the Prime Minister, saying that Prime Minister has sold India in Indian interest. On what basis? Secondly, he took the name of the senior minister, Hardeep Singh Puri. He has made a serious allegation against Hardeep Singh Puri without giving any notice. It is a serious breach of privilege. We are going to file necessary notice to the Honorable Speaker. അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്ന് സമ്മതിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്റർനാഷണൽ പീസ് ഡെലിഗേഷന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ചയെന്നും വിശദീകരണം. 3-4 തവണ എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് അയാളുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇമെയിലുകൾ കൃത്യമായി പരിശോധിക്കണമെന്നും ഹർദീപ് സിംഗ് പുരി ആവശ്യപ്പെട്ടു. Now, the Epstein files, the Yuva Neta should know, are about wrongdoing, criminal offences. The Epstein files are about charges that he had an island where he used to take people to indulge their sexual fantasies, charges of pedophilia, and there are victims of this. Those victims have brought cases against the people in authority.
My interaction has got nothing to do with that. My interaction, and this is the only substantive email, there are one or two others also I'll give you. This is dated 13th November 2014. It's a long email. Anybody wants a copy, it's available on the internet. The DOJ, Mr. Rahul Gandhi says, the Department of Justice has put out flights. अरे भाई दुनिया ने देख लिया, उसको एनालाइज कर लिया. പ്രതിപക്ഷം അവിശ്വാസ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ലോക്സഭയിൽ നിന്ന് വിട്ടുനിന്ന് സ്പീക്കർ ഓം ബിർള. നോട്ടീസിൽ സഭ തീരുമാനമെടുക്കുന്നതുവരെ ലോക്സഭാ നടപടികളിൽ അധ്യക്ഷത വഹിക്കില്ല. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നോട്ടീസ് പരിഗണിക്കും. തൃണമൂൽ കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ 118 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് ഇന്നലെ ഉച്ചയ്ക്കാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗിന് നൽകിയത്. ഇറാൻ ആണവ ചർച്ച സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് നെതന്യാഹു ട്രംപിന് കൈമാറുമെന്നാണ് വിവരം. യുഎസുമായുള്ള ചർച്ച ആണവ പദ്ധതിക്കപ്പുറത്തേക്ക് പോകില്ലെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി പറഞ്ഞു. ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ഇറാനുമായുള്ള ചർച്ചയുടെ തത്വങ്ങൾ ട്രംപിന് കൈമാറുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു പ്രതികരിച്ചു. ഇടവേള. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. KSRTC സർവീസ് മുടങ്ങും. എന്നാൽ ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയപ്പോൾ സ്റ്റേജിൽ ഉന്തും തള്ളും. സമയം വൈകിയതിനാൽ താൻ കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ലെന്ന് ഷാഫി പറമ്പിൽ MP നിലപാടെടുത്തു. മറ്റ് നേതാക്കൾക്ക് സംസാരിക്കാൻ സമയം നൽകണമെന്നായിരുന്നു ഷാഫി പറഞ്ഞത്. എന്നാൽ അതിന് പിന്നാലെ ഷാഫി സംസാരിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഇത് പിടിവലിയിലെത്തി. പ്രമോദ് കക്കട്ടിൽ, ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ, പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ഈ ജാഥയെ, പുതുയാത്രയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹം നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അടുത്ത ആരാർപ്പണത്തിന് വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചുവാങ്ങി പാലായിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച റോഷി അഗസ്റ്റിന്റെ നടപടിയിൽ കേരള കോൺഗ്രസിൽ അമർഷം. ഇന്നലെ നടന്ന LDF മധ്യമേഖലാ ജാഥയിലെ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന ജോസിന്റെ മറുപടിക്ക് തൊട്ടു പിന്നാലെയാണ് റോഷി മൈക്ക് തട്ടിപ്പറിച്ചത്. അണികൾക്കിടയിൽ ചർച്ചയായതോടെ റോഷിയെ പിന്തുണച്ച് ജോസ് കെ മാണി രംഗത്തു. ഇടുക്കി അടിമാലിയിൽ എത്തിയപ്പോഴാണ് ജോസ് കെ മാണിയുടെ യാത്രയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ നടത്തിയ ചില ഇടപെടലുകളാണ് അന്ന് വിവാദമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജോസ് കെ മാണിയോട് പാലയിൽ തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ മൈക്ക് വാങ്ങിക്കൊണ്ട് റോഷി നടത്തിയ ആ ഒരു പ്രതികരണം, പാലയിൽ തന്നെ മത്സരിക്കുമെന്ന പ്രതികരണമാണ് വിവാദമായത്. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, ഒരു കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായി തന്നെ മത്സരിക്കും. റോഷി ആണോ പാർട്ടി ചെയർമാൻ എന്ന ചോദ്യവുമായി സൈബർ ഇടത്ത് ഇത് വലിയ ചർച്ചയാകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി റോഷിയുടെ നിലപാടുകൾക്കൊപ്പമാണ് ഫലത്തിൽ പാർട്ടി നീങ്ങുന്നത്. കാരണം മുന്നണി മാറ്റ നീക്കത്തിനെ എതിർത്തത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഡോക്ടർ N. ജയരാജുമാണ്.
അവരുടെ നീക്കത്തിനൊപ്പം ഒടുവിൽ ജോസ് കെ മാണിക്ക് സമ്മർദ്ദത്തിന് അടിപ്പെട്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ടാണ് വലിയ ചർച്ചകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നത്. ജോസ് കെ മാണിക്കും ഈ ഒരു റോഷിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അതിർത്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി പലതവണ മൈക്ക് തിരിച്ചു വാങ്ങാനുള്ള ശ്രമം റോഷിയെ തടയാൻ ഉള്ള ഒരു ശ്രമമായി തന്നെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തായാലും ഇന്ന് കോതമംഗലത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ഈ ഒരു വിഷയത്തെ തണുപ്പിക്കാൻ ജോസ് കെ മാണി നീക്കം നടത്തുന്നത്. റോഷി ഒരു ചോരത്തിളപ്പുള്ള നേതാവാണ്, തന്നോട് വലിയ സ്നേഹമാണ്, എന്തായാലും മത്സരിക്കേണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം തണുപ്പിക്കാൻ ജോസ് കെ മാണി ശ്രമം നടത്തിയത്. സഹോദര ബന്ധമാണ്. രണ്ട് പുള്ളിയൊരു കേസ് ഞാൻ പറഞ്ഞ കേസ് അതേ പലപ്പോഴും വികാരപരമായിട്ട്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ആഭ്യന്തര പോരുകൂടി ആണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ അടക്കം അണികൾ ശ്രമിക്കുന്നത്. പാലയിലടക്കം ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ആദ്യമായല്ല. നേരത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ജോസ് കെ മാണി പാർട്ടി തീരുമാനിക്കുമെന്ന പാർട്ടി നിലപാട് പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ഫലത്തിൽ പാലയിൽ മത്സരിക്കും എന്ന നിലയിൽ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ നിലപാടെടുത്തത്. റോഷി ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ള ആളാണ്. പക്ഷെ അത് എത്രത്തോളം ജോസ് കെ മാണിക്ക് അങ്ങനെ സംസാരിക്കേണ്ട എന്ന നിലപാടുള്ള ജോസ് കെ മാണിക്ക് ഫലത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ ശരീരഭാഷയിലടക്കം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള കോൺഗ്രസിൽ ഒരു ആഭ്യന്തര പോരിന്റെ ഒരു നേർചിത്രമായി ഫലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ATDC ചെയർമാൻ PK ശശി പാർട്ടി വിടുമോ? പുതിയ പാർട്ടി രൂപീകരിക്കാൻ പാലക്കാട്ടെ CPM വിമതർ നീക്കം തുടക്കിയെന്നാണ് വിവരം. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കും. വിമതരുടെ പാർട്ടിയിൽ PK ശശിയെയും ഉൾപ്പെടുത്താനാണ് ശ്രമം. വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും CPMന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. വിമത കൂട്ടായ്മയെ പാർട്ടി നേരിടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. CPMന് തലവേദനയാവുകയാണ് പാലക്കാട്ടെ വിമത കൂട്ടായ്മ. അവർ നേരത്തെ കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ കൂട്ടായ്മ ജില്ലയിൽ എമ്പാടും അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമമാണ്. അത്തരത്തിൽ ഒരു നീക്കമാണ് ഇപ്പോൾ പാലക്കാട് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നീക്കത്തിലേക്ക്, അതായത് വിമതരുടെ ഈ കൂട്ടായ്മയിലേക്ക് ഇടതുപക്ഷവുമായിട്ട് അകന്നു നിൽക്കുന്ന പ്രമുഖ നേതാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്ന പേര് PK ശശിയുടേത് തന്നെയാണ്. അദ്ദേഹം നിലവിൽ KTDC ചെയർമാനാണ്, പക്ഷേ പാർട്ടി അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അദ്ദേഹത്തെ ഈ കൂട്ടായ്മയുടെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. ഇതുവരെ ഇക്കാര്യത്തോട് പ്രതികരിക്കാൻ PK ശശിയോ അദ്ദേഹത്തിനൊപ്പമുള്ളവർ തയ്യാറായിട്ടില്ല. പക്ഷേ PK ശശി ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുകയാണെങ്കിൽ UDF-നൊപ്പം നിൽക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് അത് വലിയ ഒരു ഊർജ്ജം നൽകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതേക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്. ആരെയും എല്ലാവരെയും ഒത്തിണക്കി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ഈ പാലക്കാട് ജില്ലയിലെ 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ പോലും പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്, പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട്. അങ്ങനെ പോകാത്ത ആളുകളെല്ലാം ഞങ്ങൾ സംരക്ഷിച്ചു. പിന്നെ എന്തെങ്കിലും അതിർത്തിൻ്റെ പേരിൽ, ഞങ്ങൾക്കറിയാത്ത അതിർത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, മനസ്സിലായില്ലേ? ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാവും. ഞങ്ങൾ ഓരോ പാർട്ടി മെമ്പർമാരുടെയും പ്രയാസം ഒരു പരാതിയായി തന്നാൽ പരിഹരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടാളുടെ പ്രശ്നമല്ല, ആരും അതിർത്തിയുണ്ടോ ആ അതിർത്തി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പാർട്ടിക്ക് അനുസൃതമായി ഞങ്ങൾ പരിഹരിക്കും. അതേസമയം ഈ വിമതർ അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവരാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. നിലവിലൊരു പാർട്ടിക്കൊപ്പമല്ല, സ്വാഭാവികമായിട്ടും അതിനെ നേരിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം ഉണ്ടായത്. PK ശശി അവർക്കൊപ്പം ചേരുമോ എന്നുള്ളത് ഒരു സാങ്കല്പിക ചോദ്യമാണെന്നും അതിന് ഇപ്പോൾ ഉത്തരം പറയേണ്ടതില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എങ്ങനെയാണ് കാണുന്നത്? അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വഴിയെന്താ ഉള്ളത്? വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിന് എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ? ആര് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ലാന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പൊതുവേളായിരിക്കും, അതുകൊണ്ടാണ്.
സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വി.ഡി. സതീശൻ്റെ യാത്ര പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കൂട്ടായ്മ അതിൽ സജീവമായിട്ടുണ്ടാകുമോ, അതിൽ പി.കെ. ശശി അടക്കമുള്ളവർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും പി.കെ. ശശിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ കൊഴിഞ്ഞാമ്പാറ മേഖലയ്ക്ക് പുറമെ പാലക്കാടിൻ്റെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, കോങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ അത് UDFന് ഒരു കരുത്ത് നൽകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതേസമയം ശശിയെ ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ തിരിച്ച് നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും പി.കെ. ശശിയുടെ തീരുമാനമാകും ഇതിൽ നിർണായകമാവുക. വിമത കൂട്ടായ്മയ്ക്കൊപ്പം പി.കെ. ശശി നിൽക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് പാലക്കാട് തലവേദന തീർക്കും. UDFന് അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യമാകും നൽകുക. CB അനുമോദ്, ന്യൂസ് 18. പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന മന്ത്രി MB രാജേഷ്. പി.കെ. ശശി CPM വിടുന്നു എന്നത് കേട്ടുകേൾവി മാത്രമാണ്, അതിൽ പ്രതികരണമില്ല. മലമ്പുഴയിലെ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തോടും പ്രതികരിക്കാനില്ല. ഇനി ഇതുപോലെ പലതും കേൾക്കും. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ 5 ലക്ഷം പേർക്ക് കൂടി വീട് കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 MLA-മാരെ ലഭിച്ചാൽ BJP കിങ് മേക്കർ ആകുമെന്ന് സുരേഷ് ഗോപി. ആര് ഭരിക്കണമെന്ന് ഇത്തവണ BJP തീരുമാനിക്കും. 21-ൽ ഒന്നാകാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ടോം വടക്കൻ. തന്നെ BJP നേതൃത്വം നന്നായി പരിഗണിക്കുന്നുണ്ട്. ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്ന തിരക്കിലാണ് താനിപ്പോൾ. തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് പരിഗണിച്ചില്ലെങ്കിലും BJP-യിൽ തൃപ്തനാണെന്നും ടോം വടക്കൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 10.18 ലക്ഷം അപേക്ഷകൾ ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവർക്ക് ഇന്നു മുതൽ ആനുകൂല്യം ലഭിക്കും. ഇനിയും അപേക്ഷകൾ വരാനുണ്ട്. അതിലും നടപടികൾ പൂർത്തിയാക്കി ഉടൻ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിസ്മയമെന്ന് മന്ത്രി MB രാജേഷ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതാണ് വിസ്മയം. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിസ്മയം ഇന്ത്യയിൽ കേരളത്തിനു മാത്രം അവകാശപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. എയിംസ് കിട്ടാൻ കേരളം എന്ത് ചെയ്തെന്ന ചോദ്യവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇലക്ഷൻ ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങും. ബജറ്റിൽ എയിംസ് എവിടെയെന്ന ചോദ്യത്തിന് 2016-ൽ പ്രഖ്യാപിച്ചല്ലോ എന്നും മറുപടി. കൊല്ലം ESI ആശുപത്രി വിഷയത്തിൽ വീണ ജോർജ് നടത്തിയ പരാമർശം തന്നെ അത്ഭുതപ്പെടുത്തി. 600 കോടിയാണ് കേരളം നഷ്ടപ്പെടുത്തിയത്. ആലപ്പുഴയിൽ എയിംസ് വരണമെന്നത് തന്റെ നിലപാടാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ല് പോലും ഇടാതെയാണ് VD സതീശൻ സംസാരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 230 വീടുകളാണ് അവർ നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. ഒരു വീടിന്റെ പോലും പണി തുടങ്ങിയിട്ടില്ല. സർക്കാർ നിർമ്മിച്ച 178 വീടുകൾ ഉടൻ കൈമാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആലപ്പുഴ പള്ളിപ്പുറത്തെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ കൊലപാതക കേസുകളിലെ അന്വേഷണത്തിൽ പോലീസിന് വൻ തിരിച്ചടി. ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ജൈനമ്മ കേസിൽ ഗുണകരമായ തെളിവുകൾ മാത്രമാണ് കണ്ടെത്താനായത്. കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ എല്ലുകൾ ഒന്നിലധികം ആളുകളുടേതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേരളത്തിൽ ഞെട്ടിച്ച കൊലപാതക പരമ്പരകൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നായിരുന്നു ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ. അതിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ മൂന്ന് സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരുന്നത്. അതിൽ കടക്കരപ്പള്ളി സ്വദേശിയായ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ചേർത്തല സ്വദേശിയായ ഐഷ എന്നിവരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസുകൾ നിലവിൽ ചേർത്തല പോലീസും ആലപ്പുഴ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെത്തിയതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം കാണാതായി സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളുടെ ചുരുൾ അഴിയുന്നത്. അതിൽ ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണ് എന്ന അന്വേഷണ സംഘത്തോട് ഇയാൾ സമ്മതിക്കുകയും തുടർന്ന് ഇയാളുടെ വീട്ടുവളപ്പിൽ നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് ശരീരത്തിന്റെ എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു.
കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തിയ എല്ലുകളിൽ തന്നെ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് ഒന്നിലധികം സ്ത്രീകളുടേതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി. ആ ഒരു നിഗമനത്തിന് ബലം നൽകിയത് അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു പല്ലിന്റെ ഭാഗമാണ്. ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ ക്യാപ്പ് വെച്ച ആ പല്ല് അത് ജൈനമ്മയുടേതല്ല എന്നുള്ളതാണ്. പക്ഷെ സമാനമായ സാഹചര്യത്തിൽ കാണാതായ ഐഷ എന്ന സ്ത്രീ ഈ ചികിത്സ തേടിയിരുന്നു എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ ശേഖരിച്ച സാമ്പിളുകൾ ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അയച്ച് അതിന് DNA സാമ്പിളുകൾ, അതായത് ബന്ധുക്കളുടെ DNA രക്തസാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഇവർ ഈ വ്യക്തികളാണ്, കാണാതായ വ്യക്തികളാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം പരിശ്രമിച്ചിരുന്നു. ആ റിസൾട്ടാണ് ഇപ്പോൾ ഏറ്റവും നിരാശാജനകമായി ലഭ്യമായിട്ടുള്ളത്. അതായത് അതിവിദഗ്ധമായി സെബാസ്റ്റ്യൻ അതിൽ നിന്നും ആരാണ് വ്യക്തി എന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ DNA പരിശോധനാ ഫലം പോലും നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ആ എല്ലുകൾ സംസ്കരിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ കുറ്റപത്രം അന്വേഷണ സംഘം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ആ സെബാസ്റ്റ്യന്റെ വീടിനകത്ത് നിന്ന് രക്തക്കറകൾ അടക്കം കണ്ടെത്തിയിരുന്നു. അതിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീ ജൈനമ്മയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കേസിൽ കൊടുക്കാനായി ഇയാളെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രതീക്ഷ നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കേസുകളിലേക്ക് പോകുമ്പോൾ അത് നിരാശാജനകമാണ്. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷിമൊഴികൾ എന്നതിനപ്പുറത്തേക്ക് ഈ കൊലപാതകം നടന്നത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷി മൊഴികളോ മറ്റൊന്നും അന്വേഷണ സംഘത്തിന് കളക്ട് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ബന്ധപ്പെട്ടിരുന്നു, ഇവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു, സമാന സാഹചര്യത്തിലുള്ള സ്ത്രീകളാണ് കാണാതെ പോയത് എന്നടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൊലപാതകം നടന്നതിന് അല്ലെങ്കിൽ നടത്തി എന്നതിന് ദൃക്സാക്ഷികളോ ഇയാൾ കുറ്റസമ്മതമായി മറ്റാരെങ്കിലോടും ഇത് വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ഒരു ശരീര അവശിഷ്ടങ്ങൾ പോലും ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് മൃതദേഹങ്ങൾ മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കി അത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു, മാസങ്ങൾക്ക് ശേഷം അത് പുറത്തേക്കെടുത്ത് ആ എല്ലുകൾ കത്തിച്ചു കളയുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അയാളുടെ വീടിനകത്ത് ആ കോമ്പൗണ്ടിൽ 1 ഏക്കറോളം വരുന്ന ആ കോമ്പൗണ്ടിൽ പല കുളങ്ങളുണ്ടായിരുന്നു. അവിടെ മാംസം തിന്നുന്ന മത്സ്യങ്ങളെ വളർത്തിയിരുന്നു. അവിടെയൊക്കെ ഇത് നിക്ഷേപിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ്. പിടിക്കപ്പെടും എന്നുള്ള ഉറപ്പായപ്പോഴാണ് ഇത് കളക്ട് ചെയ്ത് ഇയാൾ കത്തിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്തായാലും ആ കേസിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും നിർണായകമായ തെളിവായി അന്വേഷണ സംഘത്തിന് ലഭ്യമാകുമായിരുന്ന ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അത് ആരുടേതെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ആ ശരീരാവശിഷ്ടങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 കേസുകളാണ് കൊലപാതക കേസുകളായി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ചേർത്തല സ്വദേശിയായ ഐഷ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ. അതിനിടയിൽ തന്നെ 2 സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അവരും എവിടെ പോയി എന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. അത് തിരുവഴ സ്വദേശിയായ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു, ഒപ്പം തന്നെ കൂത്താട്ടുകുളം സ്വദേശിയായ ബ്രോക്കർ ആയിരുന്ന ഏലിയാമ്മ എന്ന സ്ത്രീ. ഈ സ്ത്രീകളൊക്കെ തന്നെ സമാനമായ സാഹചര്യത്തിലാണ് കാണാതായത്. ഒരാൾ ചേർത്തല സ്വദേശിയാണ്, മറ്റൊരാൾ ഈ സെബാസ്റ്റ്യന് സമാനമായ ജോലി ചെയ്തിരുന്ന സെബാസ്റ്റ്യൻ ഏറ്റുമാനൂരിൽ ഉണ്ടായിരുന്ന കാലയളവിൽ, അതായത് അവിടെ അയാൾ ബ്രോക്കറായി എത്തിയിരുന്ന കാലയളവിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. പക്ഷെ ഇവരിലേക്ക് ഒന്നും കണക്ട് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം, ഭൂമുഖത്തവർ ഉണ്ടോ, ജീവനോടെ ഉണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. ഈ ജൈനമ്മ കേസിന് ശേഷം വീണ്ടും ജൈനമ്മയെ 2024 ഡിസംബറിൽ കൊലപ്പെടുത്തിയ ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ അടുത്ത സ്ത്രീയെ സമീപിച്ചിരുന്നു, കുത്തിയതോട് ദേശീയ സ്ത്രീയെ സമീപിച്ചിരുന്നു എന്നുള്ള വിവരവും അത് സംബന്ധിച്ച ചാറ്റുകളും ഒക്കെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കൊലപാതകങ്ങൾ നടത്തുകയും അത് മറവ് ചെയ്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ വീണ്ടും അതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത് അന്വേഷണ സംഘത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിവിദഗ്ധമായി അയാൾ ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ ആ തെളിവുകളെ അവശേഷിപ്പിക്കുക പോലും ചെയ്യാതെയാണ് മാറി നിൽക്കുന്നത്. നിലവിൽ ഏറ്റുമാനൂർ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയിലേക്ക് കടക്കുന്ന കുറ്റപത്രം നൽകി കഴിഞ്ഞു, ഇപ്പോൾ വിചാരണയിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ആ കേസിൽ വളരെ സ്ട്രോങ് ആയ എവിഡൻസ് പോലീസിനുണ്ട് എന്നുള്ളത്, കോട്ടയം ക്രൈംബ്രാഞ്ചിനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആശ്വാസകരമായി ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. 6 പ്രതികളുള്ള കേസിൽ ഇതുവരെ 4 പേരാണ് പിടിയിലായത്. 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് നിരണ സ്വദേശി തിരുവല്ല നിരണ സ്വദേശി പ്രശോഭനെയാണ് റാന്നിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 4ആയി. 6 പേരാണ് ഈ കേസിലുള്ളത്. 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അറസ്റ്റിലായ ഈ പ്രശോഭിൽ നിന്നും ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യം നടന്നതിന് ശേഷം ഈ കൂട്ടബലാത്സംഗം നടന്നതിന് ശേഷം ഈ പ്രതികളെല്ലാം ഒളിവിൽ പോയത് പരസ്പരം ബന്ധപ്പെടാതെയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആരും ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 1-ാം പ്രതിയായ മരണസുബിനെയും ഒപ്പം ബെർലിൻ ദാസ് എന്നിവരെ 2 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. പിന്നീടാണ് കഴിഞ്ഞ അടുത്ത ദിവസം ഈ ആലുവയിൽ നിന്നും വരുൺകുമാറിനെ അറസ്റ്റ് ചെയ്തത്. 4-ാമത്തെ പ്രതി പ്രശോഭനെ ഇന്നലെ റാന്നിയിൽ നിന്നാണ് ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പ്രതികളിൽ 4 പേരും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ ഇവരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗുണ്ടകളാണിവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. 11ഓളം കേസുകളിലെ പ്രതിയാണ് സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ. മറാഠ സുബിൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും പോലീസിൻ്റെ ഒരു നോട്ടപ്പുള്ളികൾ തന്നെയാണ് ഇവർ. കാരണം ഈ ക്രിമിനൽ സ്വഭാവം ഏറെ ഉള്ള വ്യക്തികളാണ് ഈ പ്രതികളെല്ലാം. അതുകൊണ്ട് തന്നെ ഏറെ വിവാദമായ ഒരു കേസ് കൂടിയാണ്. പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള ആരോപണം വന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ കൃത്യമായി എവിടെയുണ്ട്, പ്രതികൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായി പ്രതികളെ പിടികൂടുന്നത്. ഇവർ സംസ്ഥാനം വിട്ടു പോയെന്നൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ അറസ്റ്റിലായ ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് എന്തായാലും ഓരോ പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. ഇനി 2 പേര് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുള്ളത്. മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സ്പാ സെൻറ്ററിൽ നിന്നും വാങ്ങിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപണമുണ്ട്. ഇതിലൊക്കെ ഒരു ആഭ്യന്തര അന്വേഷണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ല DSP നേതൃത്വത്തിൽ ഈ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. എല്ലാ പ്രതികളെയും പിടികൂടുന്നുള്ള നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നു. 2 പ്രതികളാണ് ഉള്ളത്. എന്തായാലും ഈ 2 പേരെയും കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്താലെന്ന് പ്രാഥമിക കണ്ടെത്തൽ. രേഷ്മയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. രേഷ്മയുടെ ഫോണും വിശദമായ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവികതയൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കുടുംബ ജീവിതത്തിലുണ്ടായ താളപ്പിഴകൾ, ഇതിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു രേഷ്മ എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഏതായാലും ഇതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്താകാമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ആൺ സുഹൃത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് ഇയാളുടെ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞേക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് ഇതിൻ്റെ മറ്റ് വശങ്ങളിലും അന്വേഷണം നടത്തുന്നുണ്ട്. സുഹൃത്തുക്കളെയും ഒപ്പം കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള അവരുടെ മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികതയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തൂങ്ങിയ മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ഏതായാലും ഇവരുടെ ആദ്യ ഭർത്താവ് അവർ വിവാഹമോചനവും അതോടൊപ്പം ഈ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതായത് വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം താമസം തുടങ്ങിയതുമൊക്കെ ഇവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത്. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതാകാം എന്ന ഒരു നിഗമനമാണുള്ളത്. ഏതായാലും ഇവർ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ കുടുംബ വീട്ടിൽ നിന്നും പോയതും അവിടെ മകനെ അവിടെ പിതാവിനൊപ്പം ഏൽപ്പിച്ച് ഈ വാടക ക്വാർട്ടേഴ്സിലെത്തുന്ന സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ആത്മഹത്യ സംഭവിച്ച് ആലോചന നടത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ രേഷ്മയുടെ മൊബൈൽ ഫോണും വിശദമായ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സഹോദരൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇതിൽ അസ്വാഭാവികത ഒന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കാസർഗോഡ് ടൗൺ പോലീസ് അറിയിച്ചു. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവൻ ഒടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യം. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 20 ദിവസത്തിലധികമായി ജയിലിലായിരുന്നു ഷിംജിത്. നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ ജാമ്യാപേക്ഷയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ
സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി. മറ്റുപാധികളൊന്നുമില്ല. പിന്നെ 2 ആൾജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഉപാധി കൂടിയുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പ്രോസിക്യൂട്ടർ വളരെയധികം എതിർത്ത ഒരു ജാമ്യാപേക്ഷയായിരുന്നു ഇത്. ദീപകിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും എഡിറ്റഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കരയിലെ 16 വയസ്സുകാരി ആദിത്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. നേരത്തെ പോലീസ് അന്വേഷണത്തിൽ അധ്യാപകനും കുടുംബവും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സൂരജ് ലാമയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വീഴ്ചകളിൽ വിശദമായ അന്വേഷണം വേണം. ഡിഐജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന സംഘം കേസ് അന്വേഷിക്കും. ലാമ ഇന്ത്യയിലെത്തിയതു മുതൽ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം. ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാം. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമല്ല. കൊലപാതക സാധ്യതയും അന്വേഷിക്കും. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ പ്രതി പടിഞ്ഞാറേത്തറ സ്വദേശി ജിഹാസിനെ പോലീസ് പിടികൂടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരിയാണ് കാണാതായത്. മാനന്തവാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. പ്രതി കഞ്ചാവ് വിൽപ്പനയടക്കം വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആഭരണ മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് വിവരം. കാസർഗോഡ് യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ചെർക്കള പൊലാച്ചിയെടുത്തെ ഹാരിസിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒളിവിൽ കഴിവെയാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലം ചിതറയിൽ കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് കാറിൽ ഇവർ ചീറിപ്പാഞ്ഞത്. നാട്ടുകാരുടെ പരാതിയിൽ ചിതറ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. ചിതറ വാഴപ്പണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. പാങ്ങോട് സ്വദേശികളായ യുവാക്കളാണ് വാഹനം ഓടിച്ചത്. ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ സൈലൻസറിലൂടെ തീ പാറിക്കുന്ന കാർ കണ്ടെത്തി. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കാർ കണ്ടെത്തിയത്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദു ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലത്ത് ഒരു വിവാഹ ചടങ്ങിൽ എത്തിച്ച ഒരു വാഹനം വലിയ രീതിയിൽ തീ തുപ്പുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആഡംബര വാഹനമായിരുന്നു ഇത്. ഈവന്റ് മാനേജ്മെൻറ്റ് ഇത്തരം വാഹനങ്ങൾ അവർക്കായി നൽകിയതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വാഹനത്തിൻ്റെ പിൻഭാഗത്തു നിന്നും ഉഗ്ര ശബ്ദത്തോടു കൂടി വലിയ രീതിയിലുള്ള തീ പുറത്തേക്ക് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ആഡംബരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാറാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ആർടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാഹനം കൈയോടെ പിടികൂടുകയും ചെയ്തു. ഈ വാഹനം മുഖത്തലയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ രൂപം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം ഇത് നിയമത്തിൽ നിന്നും പിടിക്കപ്പെടും എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇതിൻ്റെ ഉടമ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ആർടിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഈ വാഹനം പൂർണ്ണമായും ഇതിൻ്റെ കളർ മാറ്റി ഇതിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണം അവർ നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങിയ സമയത്തായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് അവിടെ എത്തുകയും വാഹനം കൈയോടെ പിടികൂടുകയും ചെയ്തത്. ഇത് മുഹമ്മദ് ഇർഫാൻ എന്നു പേരുള്ള ഒരാളുടെ ഉടമസ്ഥയിലുള്ള വാഹനമാണെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തിയത്. ഇതിൻ്റെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉടമയുടെ ലൈസൻസും റദ്ദ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ വാഹനം കൊണ്ടുവന്നത്. ഇതിൻ്റെ അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇതിൽ ഘടിപ്പിച്ചിരുന്നതെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം ചിതറയിലും സമാനമായ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരത്തുകളിലൂടെ വലിയ രീതിയിൽ
കാറുകൾ ചീറിപ്പാഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാറിനകത്തും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ചിതറയിൽ പാങ്ങോട് സ്വദേശികളായ 2 പേരാണ് വാഹനം ഓടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടുണ്ട്. ചിതറ പോലീസ് ഈ വാഹനം പിടികൂടുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. ഇതിൽ ഈ വാഹനം ഓടിച്ചിരുന്നവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നവരെ കൈയോടെ പിടികൂടുകയും തക്കതായ ശിക്ഷ അവർക്ക് ലഭ്യമാവുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പിഴ ചുമത്തുകയും ചെയ്യുമെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് RTO ദിലു അറിയിച്ചിരിക്കുന്നത്. വിനീഷ്, ന്യൂസ് 18, കൊല്ലം. അർദ്ധരാത്രിയിൽ ഹോട്ടലിനകത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടയടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തായിരുന്നു സംഭവം. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 25-ലധികം വിദ്യാർത്ഥികളാണ് തമ്മിലടിച്ചത്. ആഹാരം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. എറണാകുളം കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. മാവേലിയിലെ ജനവാസ മേഖലയിൽ രാവിലെയായിരുന്നു സംഭവം. ഫോറസ്റ്റ് വാച്ചർമാരാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. മേഖലയിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.